സമുദായം ഒന്നിച്ചു നിന്നാൽ എല്ലാ ഭീഷണികളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. സമുദായത്തെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിലപ്പോവില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. സീറോ മലബാർ സഭയുടെ അൽമായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിന്റെ 108ാം ജന്മദിന സമ്മേളനം പൈക സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്. കത്തോലിക്ക കോൺഗ്രസ് സഭയുടെ ശബ്ദമാണെന്നും സംഘടന സമുദായത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 108 വർഷം പൊതുസമൂഹത്തിന്റെ വളർച്ചയിൽ കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ വിലപ്പെട്ട സംഭാവനകളെ ആർക്കും തമസ്കരിക്കാനാവില്ല. സഭയും സമുദായവും പ്രതിസന്ധികളെ നേരിട്ടപ്പോഴെല്ലാം കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർത്തിട്ടുണ്ട്. സംഘടനയുടെ ആദ്യകാല നേതാക്കൾ മുതൽ പ്രതിസന്ധികളെ നേരിട്ടത് അദ്ദേഹം അനുസ്മരിച്ചു. ഇടമറ്റം ജംഗ്ഷനിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുത്ത റാലിയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുണ്ട് ജന്മദിന സന്ദേശം നൽകുമ്പോൾ വൈകപ്പള്ളി വികാരി ഫാദർ മാത്യു വാഴക്കാപ്പ നിലപാടുള്ളൊരു മുന്നേറ്റം സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും വിഭജനവും തീവ്രവാദവുമല്ല സാഹോദര്യവും സഹവർത്തിത്വവുമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ മുഖമുദ്രയെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. സംഘടനയ്ക്കെതിരെ നിരന്തരമായി കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ അവഗണിക്കുന്നതായി ജന്മദിന സന്ദേശം നൽകിയ രൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ പറഞ്ഞു. രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോസ് വട്ടുകുളം, ഫാദർ ജോസ് നെല്ലിക്കാത്തിരുവിൽ, ഫാദർ മാത്യു വാഴയ്ക്കപ്പാറ, ജനറൽ കൺവീനർ രാജേഷ് പാറയിൽ, ജോയി കണിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ, പയസ് കവളമാക്കൽ, ജോൺസൺ ചെറുവള്ളി, സിന്ധു ജയ്ബു, സാബു പൂണ്ടിക്കുളം, ടോമി കണ്ണീറ്റുമ്യാലിൽ, ബെന്നി കിണറ്റുകര, ജോബിൻ പുതിയടത്തുചാലിൽ, ലിബി തമ്പി, ബെല്ല സിബി, ജോർജ് മണിയങ്ങാട്ട്, ജോണി കുന്നപ്പള്ളിൽ, സെബാസ്റ്റ്യൻ കുന്നപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു.